9 വർഷങ്ങൾക്ക് മുമ്പ് സൗദിയിലെ ജിദ്ദയിലേക്ക് കമ്പനി പണിക്കായി പോയ മലപ്പുറം കൂട്ടായി സ്വദേശി ഹനീഫ. കഴിഞ്ഞ 7 വർഷമായി ഹനീഫയെക്കുറിച്ച് യാതൊരു വിവരവും തന്നെ ഹനീഫയുടെ കുടുംബത്തിന് ലഭിക്കുന്നില്ല. ഇന്ന് ഹനീഫയുടെ ഭാര്യ ഫാത്തിമയുടെയും 2 കുഞ്ഞുങ്ങളുടെയും ഹനീഫയുടെ ഉമ്മയുടെയും ജീവിതം വളരെ ദുരിതപൂർണ്ണമാണ്. ഹനീഫയുടെ തിരിച്ചുവരവ് മാത്രമേ ഈ കുടുംബത്തിന് ഏക ആശ്രയമായുള്ളൂ. എന്നാൽ ഹനീഫയ്ക്ക് എന്ത് സംഭവിച്ചുവെന്നും ഹനീഫയെ തിരിച്ചു കൊണ്ടുവരുവാനും വേണ്ടി മാത്രമാണ് ഈ കുടുംബം ഇന്ന് പ്രവാസ ലോകത്തെ തേടിയെത്തിയിരിക്കുന്നത്. നമുക്ക് ചോദിച്ചറിയാം ഹനീഫയെക്കുറിച്ച്. ഹനീഫ പൊന്നാനി കൂട്ടായില്ലല്ലേ അല്ലേ? എന്ത് പണിക്ക് എടുത്തിരുന്ന ആളാ നാട്ടില്? നാട്ടിലെല്ലാ പണിയും, കടൽ പണിക്കൊക്കെ പോയിരുന്ന ആളാണ്. അതെ. അവിടെ എന്താ പണി? അവിടെ ഒരു കമ്പനി പണി എന്നാ പറഞ്ഞു. ഇന്നെ കെട്ടിക്കൊടുന്ന കാലത്തിന് അതിന് മുമ്പും കമ്പനി പണി തന്നെയാണെന്ന് പറഞ്ഞു. പിന്നെ എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും ലാസ്റ്റ് പോയിട്ട് വരുന്ന ജൂലൈ 14 9 കൊല്ലം കഴിഞ്ഞ്. 9 കൊല്ലമായി കഴിയും. അതിനുശേഷം പിന്നെ വന്നിട്ടില്ല. അതിൽ 2 കൊല്ലം വിവരമുണ്ടായിരുന്നു. 2 കൊല്ലം വിവരമൊക്കെ ഉണ്ടായിരുന്നു. 7 വർഷമായിട്ട് ഇപ്പൊ തീരെ ഇല്ല. ഒരു വിളിയില്ല, ഒന്നുമില്ല. എവിടെയാണെന്ന് അറിയില്ല. അറിയാൻ ഇങ്ങനെ കണ്ടവരൊക്കെ ഉണ്ട്. എവിടെയാണ് വിളി ഉണ്ടെന്ന് പറയുന്നത്? ജിദ്ദ സർക്കാരില്, സൗദിയിൽ. ജിദ്ദയിൽ തന്നെയാണോ അതോ അതിന്റെ അപ്പുറത്ത് എവിടെയെങ്കിലും ആണോ? അങ്ങനെ എന്താ നമുക്കറിയില്ല. അങ്ങനെ എവിടെ കണ്ടു എന്നാ പറഞ്ഞു? നിങ്ങളാണ് കുറെ നാട്ടുകാരുള്ളതല്ലേ അവിടെയൊക്കെ സൗദി അറേബ്യ? അവിടെ ഇപ്പൊ ഞമ്മക്ക് ഒരാളൊരു നമ്പർ തന്നേക്കണേ, അയാളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ കൈയോടെ കാണിച്ചു തരാന്ന് പറയണ. അവര് പറഞ്ഞാണ് നമ്മളോട് പ്രവാസ ലോകത്തിൽ വന്നിട്ട് ബന്ധപ്പെടാൻ. ഹനീഫ ജിദ്ദയിലുണ്ട്. ആളെങ്ങനത്തെ ഒരാളാ? കുടുംബമൊക്കെ നല്ല നോക്കിയ ആളാണ്. അതിപ്പോ ഇങ്ങനെ ആയ കാരണം ഞങ്ങളുടെ കുടുംബമൊക്കെ ഭയങ്കര പരാജയത്തിലായി. ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ആവാൻ വല്ല കാരണമുണ്ടോ? അതൊന്നും ഇപ്പൊ ഞങ്ങൾ അറിയില്ല. വല്ല ദുസ്വഭാവങ്ങളും കയറി വന്നോ അതോ? ഇവിടെ നിന്നൊന്നുമില്ല, നമ്മുടെ നാട്ടിൽ. അല്ല, അവിടെ നാട്ടുകാരെങ്കിലും പറഞ്ഞോ നിങ്ങളോട്? പറഞ്ഞു കേട്ടിട്ടില്ല. വല്ല പാസ്പോർട്ട് വെച്ച് ചാടി അവിടെ ഒന്ന് പോയതാണോ? കമ്പനിയിൽ ഇപ്പോഴും പണിയെടുക്കുന്നുണ്ട് പറഞ്ഞു. അതേ കമ്പനിയിൽ തന്നെയാണോ ഇപ്പോഴും പണിയെടുക്കുന്നുണ്ട് പറഞ്ഞു. അപ്പൊ ഈ കാശൊക്കെ എന്ത് ചെയ്ത്? 7 കൊല്ലോ? നിങ്ങൾ പറയണ നല്ല സ്വഭാവവും കുടുംബത്തൊക്കെ നോക്കണ ആളാണ് 7 കൊല്ലോ. അത് ഞാൻ വന്ന അവസ്ഥയിൽ അപ്പൊ ഞാൻ ചോദിക്കുന്നത് 7 കൊല്ലായിട്ട് ഇങ്ങനെ ചെയ്യണ ഒരാള് കുടുംബത്തെ നോക്കാതിരിക്കുക, മക്കളെ തിരിഞ്ഞു നോക്കാതിരിക്കുക, പൈസ അയക്കാതിരിക്കുക, ഫോൺ വിളിക്കാതിരിക്കുക, അപ്പൊ അയാൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകൊണ്ടൊക്കെ ചിലർ കുറച്ചു കാലം വിളിക്കാതിരിക്കും. എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കണമല്ലോ, അതല്ലേ ഒരു മനുഷ്യൻ്റെ ചുമതല. ആ ചുമതല ഒന്നും ഹനീഫ നിറവേറ്റണില്ല. ഉണ്ടാ ഇല്ല. അപ്പോൾ ഹനീഫ ഒരു ക്യാമനായുള്ള ഒരാളാണ്, നല്ല ആളാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഹനീഫക്ക് എന്തോ കുഴപ്പമുണ്ട്. ഹനീഫ കുടുംബം നോക്കാതിരിക്കാൻ പറ്റാത്ത രീതിയിൽ എന്തോ പ്രശ്നത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ട്. നമ്മളോട് അവിടെ ഉള്ളവരായിട്ടാണ് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. നമ്മള് ഞാൻ ചോദിക്കണതാണ്, ഒന്നുകിൽ ജോലി ഇല്ലാതിരിക്കണം. ഹനീഫക്ക് ജോലിയുണ്ട്, പോയ കമ്പനിയിൽ തന്നെ 7 വർഷമായിട്ട് ജോലി ചെയ്യുന്നു, ശമ്പളം കിട്ടുന്നുണ്ട്. പിന്നെ ഹനീഫ എന്താ പിന്നെ വീട്ടിലേക്ക് വിളിച്ചാൽ എന്താ മക്കളോട് സംസാരിച്ചാൽ? അപ്പൊ ഹനീഫക്ക് എന്തോ കുഴപ്പമുണ്ട്. അവിടെയാണ് നമ്മൾ എത്തി നിൽക്കേണ്ടത്. ഹനീഫ വീട്ടിലേക്ക് വിളിക്കാതിരിക്കാൻ എന്തോ പ്രത്യേക കാരണം. കുട്ടീനെ കണ്ടിട്ട് ഓർമ്മയില്ല. 2.5 വയസ്സുള്ളപ്പോ പോയാ ഇതിന് തീരെ കണ്ടിട്ടില്ല. മോളെ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരാളെ പറ്റിയിട്ട് നമുക്ക് അയാള് ഇവിടെ ഉള്ള കാലത്ത് നല്ല സ്വഭാവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ട്. അവസാന കാലങ്ങളിൽ വിളിക്കുന്ന സമയത്തൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മാറ്റം ഉണ്ടായിരുന്നോ? വ്യത്യാസമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. 7 കൊല്ലായില്ലേ? അതിലിപ്പോൾ എന്തോന്ന് 7 കൊല്ലമായിട്ട് യാതൊരു പോയ 2 വർഷം വിളിച്ചിട്ടുണ്ടാവും. അത്രയാണ്. ഇവരെന്ത് ചെയ്യുന്നു? ഇവർ എത്രല്ല പഠിക്കുന്നത്? 6 ഇത് 3. പ്രവാസ ലോകം പ്രേക്ഷകരോടും പ്രവർത്തകരോടുമാണ്. ഹനീഫ ജിദ്ദയിലുണ്ട്. ഇവിടെ നിന്ന് പോയ അതേ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഹനീഫ നാട്ടിലുള്ള കാലത്ത് കുടുംബത്തെ പോറ്റുന്നവനും കുടുംബത്തെ സംരക്ഷിക്കുന്നവനും മറ്റുള്ളവരെ സഹായിക്കുന്നവനും ഒക്കെയാണ് എന്ന് പറയുന്നു. കഴിഞ്ഞ 7 വർഷത്തെ മൗനം ഹനീഫയുടെ കുടുംബത്തിൻ്റെ ജീവിതത്തെ താറുമാറാക്കിയിരിക്കുന്നു. ആ കുടുംബം പരമദാരിദ്ര്യത്തിലേക്ക് വീണുപോയിരിക്കുന്നു. ഇപ്പോഴും ആ കുടുംബം പറയുന്നത് ഹനീഫ നല്ല മനുഷ്യനാണെന്നാണ്. ഹനീഫക്ക് അതേ കമ്പനിയിൽ ജോലിയുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നു, നാട്ടുകാർ പറഞ്ഞിട്ട്.
7 കൊല്ലം ജോലി ചെയ്ത് വീട്ടിലേക്ക് മകളെപ്പോലും കാണാതെ, തനിക്കുണ്ടായ മകളെപ്പോലും കാണാത്ത ആൾക്ക് എങ്ങനെയാണ് സ്വന്തം ഭാര്യ എത്ര വലിയ സർട്ടിഫിക്കറ്റ് നൽകിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മളെ നാട്ടിൻ്റെ നന്മയാണ് അതിൻ്റെ പ്രശ്നം. നമ്മളെ നാട്ടിലുള്ള മനുഷ്യരുടെ നന്മ ഏത് കാലത്തും ഇത്തരത്തിൽ വലിയ കുറ്റം ചെയ്ത ആളുകൾ, കുടുംബത്തോട് ചെയ്ത ഏറ്റവും വലിയ അനീതിയാണ് ഹനീഫ ചെയ്തത്. ഹനീഫയുടെ ഭാഗം ഞാൻ കേട്ടിട്ടില്ല. ഇവർ പറഞ്ഞത് പ്രകാരം ഹനീഫാക്ക് ജോലിയുണ്ട്, ഹനീഫാക്ക് പിന്നെ നാട്ടിലേക്ക് കത്തയക്കാനോ അല്ലെങ്കിൽ വിളിക്കാനോ അസൗകര്യങ്ങളില്ല. ഹനീഫാനെ ജിദ്ദയിൽ കണ്ടവരുണ്ട് എന്ന് പറയുന്നു. പക്ഷേ കുടുംബക്കാർക്ക് യാതൊരു ഉപയോഗമില്ല ഹനീഫാനെ കൊണ്ട്. എന്തിനാണ് ഹനീഫ അങ്ങനെ ജീവിച്ചിട്ട്? ആർക്ക് വേണ്ടിയാണ് ഹനീഫ ജീവിക്കുന്നത്? ഹനീഫാക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഹനീഫാക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മരുഭൂമിയിൽ ആട്ടുംതുപ്പ് കൊണ്ട് കഴിക്കുന്നു. 7 വർഷമായിട്ട് നിങ്ങളുടെ കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ മനുഷ്യരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കിയിട്ടില്ല. നിങ്ങളുടെ മാതാവ് വന്നിരിക്കുന്നു, നിങ്ങളുടെ ഭാര്യ വന്നിരിക്കുന്നു, 2 മക്കൾ വന്നിരിക്കുന്നു. ഇവരൊക്കെ എങ്ങനെയാണ്? സ്കൂളിൽ പോണ കുട്ടികളാണ്. ഒരു കുട്ടി സ്കൂളിൽ പോകണമെങ്കിൽ എന്ത് ചിലവുണ്ടെന്ന് അറിയുമോ നിങ്ങൾക്ക്? ഇപ്പോൾ നാട്ടിൽ സാധാരണ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക്. അപ്പോൾ കാലം മാറി. നിങ്ങൾ പോയ കാലഘട്ടമല്ല ഇപ്പോൾ കേരളം. ചിലവ് കൂടി, ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും വിലവർധനവുണ്ടായി, മനുഷ്യ ജീവിതം മാറി, അയൽവക്കക്കാരുടെ ജീവിതം മാറി. നിങ്ങൾക്ക് മാത്രമായിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റുമോ? ഹനീഫയെപ്പോലുള്ള ഒരാൾ വലിയ തെറ്റാണ് കുടുംബത്തോട് ചെയ്തത്. അത് സ്വയം ചിന്തിച്ച് മാപ്പിരന്ന് കുടുംബത്തിനോട് വിളിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹനീഫയെ കണ്ടെത്തുന്ന ആളുകൾ അദ്ദേഹത്തെ ഉപദേശിക്കണം. എന്തുകൊണ്ടാണ് ഹനീഫ ചെയ്ത ഇത്തരത്തിലുള്ള പ്രവൃത്തി തികച്ചും ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ തെറ്റാണ്. അതുകൊണ്ട് ഹനീഫ കുടുംബത്തിലേക്ക് വിളിക്കാൻ വേണ്ടി നിങ്ങൾ നിർബന്ധിക്കണം. അദ്ദേഹത്തെ കുടുംബത്തിൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. സ്നേഹിതന്മാർ ഹനീഫയെ കഴിയുന്നതും വേഗം നാട്ടിലെത്തിക്കണം. ഒരു പ്രാവശ്യം നാട്ടിൽ വന്നു പോകുമ്പോൾ കുറേ വ്യത്യാസം ഉണ്ടാവും. തീർച്ചയായിട്ടും പ്രവാസ ലോകം പ്രവർത്തകരും ഇതിനു വേണ്ടിയിട്ട് തുനിയണം. പല രീതിയിലും കണ്ടെത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഹനീഫയെ പോലുള്ള ഒരാൾ പലർക്കും അറിയാവുന്ന ആളാണ്. ഇത് പിന്നെ ഇവരെ വിളിച്ച് ഹനീഫയെ കണ്ടു എന്ന് പറയുന്ന ആളുമുണ്ട്. അപ്പോൾ അവരൊക്കെ സഹായങ്ങൾ നിങ്ങൾ തേടണം. എന്താ അയാളുടെ പേര്? മുഹമ്മദ് അലി എന്നാണ് പറഞ്ഞത്. അവിടെയുള്ള ആളെ കണ്ട ആൾ മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരാൾ ഹനീഫയെ കണ്ടെത്തിയിട്ടുണ്ട്. മുഹമ്മദ് അലി ഹനീഫയെ കണ്ടാൽ, അല്ലെങ്കിൽ മുഹമ്മദ് അലി ഹനീഫയെ കണ്ടു കഴിഞ്ഞാൽ സുഹൃത്തുക്കളോട് പറഞ്ഞ്, പ്രവാസ ലോകം പ്രവർത്തകരോട് പറഞ്ഞ് നാട്ടിലേക്ക് അയക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും ചെയ്യണം. എല്ലാ സഹായവും പ്രവാസ ലോകം പ്രവർത്തകരുടെ ഇടയിൽ നിന്നുണ്ടാകും. നിരവധി ആളുകളെ നാട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ള ഒരു ഇതാണ് പ്രവാസ ലോകം പ്രവർത്തകർ. തീർച്ചയായിട്ടും ഹനീഫയെയും പറഞ്ഞയക്കാൻ അവർ എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് ചെയ്യും എന്നാണ് എനിക്ക് പറയുന്നത്. ഹനീഫ തിരിച്ചു വരണം. ഹനീഫ, ഇതൊരു ന്യായമായ ജീവിതമല്ല, ഒരു ന്യായമായ ജീവിതമല്ല, നീതിപൂർവമായ ജീവിതവുമല്ല നിങ്ങൾ നയിക്കുന്നത്. നിങ്ങളുടെ ജീവിതം അവകാശപ്പെട്ടവർക്ക് അത് പങ്കിടാനുള്ള അവസരം നിങ്ങൾ കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കുഞ്ഞുമക്കൾ, ഭാര്യ, ഉമ്മ കഷ്ടപ്പാടിൻ്റെ ദുരിതത്തിലൂടെയും കടന്നു പോകുമ്പോൾ നിങ്ങൾ അവിടെ 3 നേരം ഭക്ഷണം കഴിച്ച് സുഭിക്ഷമായി കഴിയുന്നത് അനീതിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രവാചകൻ്റെ നാട്ടിൽ ജീവിക്കുന്ന നിങ്ങൾ ന്യായത്തിൻ്റെയും നീതിയുടെയും പാത തിരഞ്ഞെടുക്കണം. ഹനീഫ തിരിച്ചു വരണം, യാതൊരു സംശയവുമില്ല. ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന അന്ന് തന്നെ ഹനീഫയുടെ കുടുംബത്തെ വിളിക്കണം. അവരാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. ഞാൻ അവരോട് നിങ്ങളുടെ മക്കൾ എന്ത് പറയുന്നു എന്ന് ചോദിക്കാം. മോനെന്തെങ്കിലും പറയണ്ട, പറഞ്ഞോ? പോരണം, പര കാണണം അല്ലേ? മോൾക്കോ? തീർച്ചയായിട്ടും ഹനീഫ കേട്ടില്ലേ? നമുക്ക് തന്നെ സങ്കടം വരണം.